വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. നമസ്കാരം. ദേവരാജശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മാസ്റ്ററും മറ്റ് സംഗീത സംവിധായകരും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള കഥ നമ്മൾ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ദേവരാജൻ മാസ്റ്ററും മലയാളത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങൾക്ക് ഈണം നൽകിയ ശ്രീ A.T. ഉമറും തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ അദ്ദേഹം നമുക്ക് സമ്മാനിച്ച കുറച്ച് നല്ല ഗാനങ്ങളുമാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മധുവെങ്കിലേക്ക് കിടക്കുകയാണ്. മാസ്റ്ററും ശ്രീ A.T. ഉമറും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുമ്പോൾ മധുവെങ്കലിന് ആദ്യം എന്താണ് ഓർമ്മ വരുന്നത്? തീർച്ചയായിട്ടും മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ ശുദ്ധനും സൗമ്യനും ആയൊരു വ്യക്തി, ഇങ്ങനെ ഒരാളിനെ കണ്ടിട്ടില്ലെന്ന് പറയും. പക്ഷേ ഈ ശുദ്ധനായ മനുഷ്യനിൽ നിന്ന് ഗാനങ്ങൾ വരുന്നത് മാസ്റ്റർ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ബഹുമാനമുണ്ട് മാസ്റ്റർക്ക്. ഈ ഗാനങ്ങൾ അദ്ദേഹം ഒരു ഗാന സംഗീത സംവിധാനത്തേക്ക് വരാനല്ല തീരുമാനിച്ചത്. മികച്ച ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. കണ്ണൂർ അറിയാലോ, കായികമായിട്ട് മികച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ സ്ഥലമാണ്. അവിടുത്തെ പ്രശസ്തമായ ഒരു കുടുംബത്തിൽ അംഗമായിരുന്നു. ഫുട്ബോൾ പ്ലെയർ ആയിരുന്നതിന് ശേഷമാണ് ഇദ്ദേഹം ചെറിയ ചെറിയ നാടകങ്ങൾക്ക് സംഗീതം പകർന്ന് വന്നതെന്ന് മാസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു തരാൻ കാര്യം, മാസ്റ്റർ മലയാള ചലച്ചിത്ര സംഗീതം 50 വർഷം എന്തൊരു പുസ്തകം ഇറക്കിയത് അറിയാമായിരിക്കും. പ്രകാശ് അതിനകത്ത് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞാനിത് 91 ഈ മാസം ഒരു എഴുത്ത് തന്നതിൻ്റെ അടുത്ത്, ഇങ്ങനെ ഈ എഴുത്ത് കൊണ്ട് കാണിച്ചാൽ മതി, ഇന്ന പുസ്തകത്തിനാണ് എന്ന് പറയുക. അങ്ങനെ ഞാനാണ് A.T. ഉമർ സാറ് അദ്ദേഹത്തിൻ്റെ വസതിയെ കണ്ണൂരിൽ ഒരു ഡിസംബർ അവധിക്കാലത്ത് വന്നെന്നറിഞ്ഞു. അങ്ങനെ മാസ്റ്ററിൻ്റെ എഴുത്തും കൊണ്ട് ഞാൻ കണ്ണൂർ ചെല്ലുവാണ്. വളരെ വലിയൊരു മണിമാളിക എന്ന് തന്നെ പറയാം. 2 നിലകളിലായിട്ട് എനിക്ക് തോന്നുന്നു 10-30 മുറികളോളം എങ്കിലും വരും അതിനകത്ത്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പോൾ അത് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ്. നല്ല സ്നേഹസമ്പന്നരായ ആൾക്കാർ. അവിടെ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. അവിടെ വെച്ചാണ് ഈ കഥകൾക്കൊക്കെ പറഞ്ഞു തന്നെ എനിക്ക്. അദ്ദേഹം അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ എല്ലാവരും ചെന്നിരിക്കും. അങ്ങനെ ചെന്നിരിക്കുമ്പോഴാണ് ഈ ഡോക്ടർ പവിത്രൻ, അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഡോക്ടർ ബാലകൃഷ്ണൻ. ഡോക്ടർ ബാലകൃഷ്ണൻ്റെ പുതിയ ആൾക്കാരെ വെച്ചുകൊണ്ട് തളിരികൾ എന്നൊരു സിനിമ തോന്നാണ്. ഇപ്പം ഈ മെഡിക്കൽ സ്റ്റോറിൽ വന്നിരിക്കുന്ന സൗഹൃദ സംഘം ഡോക്ടർ പവിത്രൻ പറയുകയും പവിത്രൻ അദ്ദേഹത്തെ സിനിമയിലേക്ക് തളിരുകൾ എന്ന സിനിമയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ പവിത്രൻ എന്ന് പറയുന്നത് സുഹൃത്താണ്. പവിത്രൻ സുഹൃത്താണ്. കണ്ണൂർ ഡോക്ടർ ബാലകൃഷ്ണനും പവിത്രനും പരിചയക്കാരാണ്. അങ്ങനെയാണ് ഡോക്ടർ പവിത്രൻ്റെ സുഹൃത്തായ A.T. ഉമറിനെ നാടകങ്ങൾക്കെല്ലാം അന്ന് കണ്ണൂരിൽ ചെയ്യുമായിരുന്നു. അങ്ങനെ മദ്രാസിൽ ഒരു നാടകത്തിന് P. ഭാസ്കരൻ മാസ്റ്ററിൻ്റെ ഗാനത്തിന് ഈ A.T. ഉമർ സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പവിത്രൻ ഡോക്ടർ ബാലകൃഷ്ണനോട് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു ഉറപ്പ് വന്നു, അദ്ദേഹം ചെയ്യുമെന്ന്. അങ്ങനെയാണ് താരതമ്യേന ചെലവ് കുറച്ചെടുത്ത് തളിരുകളിലേക്ക് അദ്ദേഹം വരുന്നത്. ടേണിംഗ് പോയിന്റ്. പിന്നീട് തന്നെ അദ്ദേഹം തന്നെ കളിയല്ല കല്യാണം, A.B. രാജ് സാർ ഡയറക്റ്റ് ചെയ്ത ഒരു കളിയല്ല കല്യാണം, സത്യൻ സാറൊക്കെ അഭിനയിച്ച പടം, അതിലും പാട്ടുകൾ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് വിൻസെൻ്റ് മാസ്റ്റർ ഒരിക്കൽ കണ്ടുമുട്ടുകയും അദ്ദേഹം T.K. പരീക്കുട്ടി ചന്ദ്രധാര എന്നൊരു ബാനറുണ്ട്, നീലക്കുയിൽ ഭാർഗവി നിലയൊക്കെ എടുത്ത്, അദ്ദേഹത്തിൻ്റെ പടം ആൽമര വിൻസെൻ്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത പടത്തിൽ P. ഭാസ്കരൻ മാസ്റ്ററുടെ രചനയും അതിലെ ഗാനങ്ങളിലൂടെയാണ് കേരളം അല്ലെങ്കിൽ മലയാളികൾ അദ്ദേഹത്തെ അംഗീകരിച്ചത്, ആൽമരം. അപ്പോൾ ഈ ആൽമരത്തിലെ പാട്ടുകൾ അന്ന് ആതിര പാടിയ, അതിനുശേഷം ഞാൻ മാസ്റ്ററും A.T. ഉമർ സാറും നമ്മളെ ബന്ധക്കഥ പിന്നെ പറയാം. തീർച്ചയായും. പിന്നെയുമിണക്കുയിൽ പിണങ്ങിയല്ലോ, ഇന്നെന്താണ് ഉറക്കമില്ലേ, പിന്നെയുമിണക്കുയിൽ പിണങ്ങിയല്ലോ, ഇന്നെന്താണ് ഉറക്കമില്ലേ. കഥയൊന്നു ചൊല്ലുവാൻ ബാക്കിയില്ലേ, മെല്ലെ ഇനി മെല്ലെ
കളിയാക്കില്ലേ, നാളെ അവർ കൈകൊട്ടി കളിയാക്കില്ലേ, അതു പതിവല്ലേ മധുവിധുവല്ലേ, ഈ മണിയറയിൽ തള്ളിയതവരെല്ലാമല്ലേ അല്ലേ. ഈ പാട്ട് 1969 ഇറങ്ങിയത്. ഈ സമയത്ത് മലയാള ചലച്ചിത്ര സംഗീത ശാഖ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പന്തലിച്ച്. ദേവരാജ മാസ്റ്ററിന്റെ നദി, കായാമ്പൂ, കൃഷ്ണമൂർത്തിയുടെ പൂജാപുഷ്പം, ദേവരാജ മാസ്റ്ററിന്റെ തന്നെ അടിമകള്, പിന്നെ കൂട്ടുകുടുംബം, ഇങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ, ബാബുജി മാസ്റ്റർ പാട്ടുകൾ, അർജുന മാസ്റ്ററിന്റെ പാട്ട്, ദക്ഷിണാമൂർത്തി. റെസ്റ്റ് ഹൗസിൽ തന്നെ 6-7 പാട്ടുകൾ. ഇത്രയും പാട്ടുകളുള്ള സമയത്താണ് നമ്മുടെ ഉമ്മർക്ക ഈ പതിഞ്ഞ സംഗീതം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെലഡിയാണ് ഈ കേട്ടത്. അതെ. അപ്പൊ ഈ 67 തളിരുകൾ എന്ന സിനിമയിലൂടെ ആദ്യമായിട്ട് വന്ന സംഗീത സംവിധായകൻ 2 വർഷം കൊണ്ട് ഹിറ്റ് പാട്ട് ഇറക്കി, ബ്രേക്ക് ത്രൂ ആയി. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. എന്ത് രസാ. ഈ ഇതിൽ തന്നെ നൂതന ഗാനത്തിന് യമുനാ തീരത്ത് എന്നൊരു പാട്ടുണ്ട്, നമ്മുടെ സിന്ധു ഭൈരവി രാഗത്തിൽ ചെയ്തിട്ടുണ്ട്. അതും അന്ന് ഹിറ്റായിരുന്നു. അപ്പോൾ ആ 69 കാലഘട്ടത്തിൽ അന്ന് ജനിച്ച നമ്മളൊക്കെ അന്ന് വളരെ കുട്ടിയായിരുന്ന സമയമാണ്. എന്നാലും അതൊക്കെ അന്ന് കേൾക്കാൻ പറ്റിയത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിങ്ങളുടെയൊക്കെ ഗോൾഡൻ നമുക്ക് ഗോൾഡൻ ചാൻസ് കിട്ടി. ഇന്നിപ്പോ എന്നെ പോലെയുള്ള ഈ 69 കാലത്തൊക്കെ കുട്ടികളായിരുന്ന എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇതെല്ലാം ഈ പറയുന്നതെല്ലാം വളരെ വ്യക്തമായിട്ട് അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ ഇതെല്ലാം തലോരിച്ച് വെക്കും ഈ പാട്ടുകളെല്ലാം. നമ്മുടെ സ്ട്രോങ് പ്രേക്ഷകരിൽ ഒരുപാട് പേരുണ്ട്, അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല കമന്റ്സ് തരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്തായാലും ഇത് നല്ലൊരു മെമ്മറി ആയിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ചിത്രം, ഈ ആൽമരത്തിലൂടെ പാട്ട് A.T. ഉമ്മർ സാർ പ്രശസ്തനായി. പക്ഷെ അതിനൊരു കാരണക്കാരനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മലയാളത്തിന്റെ ഏറ്റവും ശക്തനായ ഒരു ബാനറുണ്ട് നമുക്ക്, നീലക്കുയിലും ഭാർഗവി നിലയവും തച്ചോളി ഉദയനും ഒക്കെ സംഭാവന ചെയ്ത ചന്ദ്രതാര. അദ്ദേഹത്തെ മറക്കരുത്. അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ ബാബുരാജിനെയോ രാഘവ മാസ്റ്ററൊക്കെ വിളിക്കാം. പക്ഷെ അദ്ദേഹം അതില്ല, ഓരോ സിനിമയിലും പുതിയ പുതിയ ആൾക്കാരെ പരീക്ഷിക്കുന്ന ഒരു ധൈര്യമുള്ള ഒരു അതിശക്തനായ നിർമ്മാതാവ് T.K. പരീക്കുട്ടി ഉമ്മർ സാറിനെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ മേൽവാസം കൂടെ കിട്ടിയപ്പോൾ പ്രകൃതി അനുഗ്രഹിച്ചു. ആൽമരത്തിലൂടെ മലയാള സിനിമയിൽ A.T. ഉമ്മർ എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് അറിയാവുന്നതായി. അതാണിപ്പോൾ ആതിരപാടിയ പാട്ട്. പ്രകാശ് പറഞ്ഞ നൂതന ഗാനത്തിൽ യമുനാ തീരത്തിൽ ഒക്കെ വളരെ വെറൈറ്റി ഒരു പാട്ടാണ് നൂതന ഗാനത്തിൽ. ഈ ചന്ദ്രധാരയുടെ പരീക്കുട്ടി സാഹിബിനെ ഞാനും നമിക്കുകയാണ്. A.T. ഉമ്മർ എന്ന സംഗീത സംവിധായകനെ ഡോക്ടർ ബാലകൃഷ്ണൻ കൊണ്ടുവന്നെങ്കിലും ജനഹൃദയത്തിൽ പതിച്ചത് ഇദ്ദേഹത്തിന്റെ സിനിമ. അതൊരു ഭാഗ്യമുള്ള നിർമ്മാതാവെന്ന് തന്നെ പറയാം. അപ്പൊ നമ്മൾ ഈ പാട്ടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോവാണ്. പക്ഷെ നമ്മൾ ദേവരാജൻ മാസ്റ്ററും ശ്രീ A.T. ഉമ്മറും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞില്ല. പ്രേക്ഷകർ അത് കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനാണ് തുടങ്ങിയത്. 50 വർഷത്തെ മലയാള ചലച്ചിത്ര സംഗീതത്തിന് അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ ചേർക്കാൻ ഇന്റർവ്യൂവിന് ചെന്ന കഥയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഈ സിനിമയിലേക്ക് കടന്നു വന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം മാസ്റ്ററുമായിട്ട് വളരെ നല്ല സൗഹൃദ ബന്ധത്തിലായിരുന്നു. 75-ന് ശേഷം ഇദ്ദേഹം വളരെ തിരക്കിലേക്കായി. കാരണം IV ശശി എന്ന സംവിധായകനുമായിട്ട് ഉത്സവം എന്ന സിനിമയിലെ കൂടെ എല്ലാ പാട്ടും ഹിറ്റായിരുന്നു. പിന്നീട് അദ്ദേഹം മദ്രാസിൽ സ്ഥിരതാമസമാക്കി. അപ്പോൾ ദേവരായ മാസ്റ്റർ കാണാൻ സ്റ്റുഡിയോകളിൽ വെച്ചും അവർ നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. പലതവണ ദേവരായ മാസ്റ്റർ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരു തവണ ഞാൻ മദ്രാസിലുള്ളപ്പോൾ IPRS എന്നൊരു സംഘടനയുണ്ട്, ഇന്ത്യൻ പെർഫോമിംഗ് റൈറ്റ്സ് സൊസൈറ്റി. ഈ ഗാനരചയിതാക്കൾ, സംഗീത സംവിധായകർ, പ്രൊഡ്യൂസർ, ഇവർക്കൊക്കെ നമ്മൾ ആലപിക്കപ്പെടുന്ന ഗാനത്തിൻ്റെ അല്ലെങ്കിൽ വിൽക്കുന്ന പാട്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് റോയൽറ്റി ആയിട്ട് കൊടുക്കാൻ ഒരു സംഘടനയാണ്. നമ്മൾ സഞ്ജയ് താണ്ടൻ എന്നൊരാളാണ് അതിൻ്റെ ആൾ. അപ്പോൾ മാസ്റ്റർ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഇതെങ്ങനെ കൊടുക്കണം, എന്തൊക്കെയാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് എന്ന് മാസ്റ്റർ നിർദ്ദേശം കൊടുത്ത് ഇതെല്ലാം ചെയ്യിച്ച് ടൈപ്പ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി റോയൽറ്റി കിട്ടാനായിട്ട് മാസ്റ്റർ ഒരുപാട് പ്രയത്നിച്ചു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് A.T. ഉമ്മർ സാറ് ചെന്നൈയിലെ കാന്താർ നഗറിൽ വന്നപ്പോൾ സംസാരിക്കുകയും ഞാനുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കൂടെ പോയി ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് നീ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വീടെന്ന് പറയുന്നത് നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ജെമിനി പാർസൽ, മാസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമാണ്, പാംഗ്രോ ഹോട്ടലിലേക്ക് അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ ഈ ജെമിനി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, ജെമിനി സ്റ്റുഡിയോ ആണ്.
ചെമ്മീൻ്റെ ആ കടലിൻ്റെ കുറച്ച് ഷോട്ടുകളും ആ ചുഴിയൊക്കെ കൃത്രിമമായിട്ട് സെറ്റിട്ടെടുത്തതൊക്കെ ജെമിനി സ്റ്റുഡിയോയിലാണ്. പക്ഷേ ജെമിനി സ്റ്റുഡിയോ ഒന്നും അവിടെ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സും അപ്പാർട്ട്മെൻറ്റുകളാണ്. അവിടെയാണ് ജെമിനി പാർസൺ അപ്പാർട്ട്മെൻറ്റ്. അവിടെയാണ് ഇദ്ദേഹം താമസിക്കുന്നത്. അപ്പം ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നതാണ് ഇതൊക്കെ. ഇത് ചെമ്മീൻ്റെ ഷൂട്ട് നടന്ന സ്ഥലമാണ്, ഇപ്പോൾ വീടുകളായി മാറി എന്നുള്ളത്. ഭയങ്കര ഷോപ്പിംഗ് കോംപ്ലക്സ് ആണത്. അവിടെ ചെന്ന് എനിക്ക് ആതിഥേയ സൽക്കാരത്തിന് ഭയങ്കര ബിരുദനാണ്. കണ്ണൂരിൽ അതേ വിഭവങ്ങൾ ചെന്നൈയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാക്കിക്കൊണ്ട് തന്ന്, അതുപോലെ ഈ IPRSൻ്റെ എല്ലാ രേഖകളും. അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഇപ്പൊ ഇത് കേൾക്കുന്നുണ്ടാവും. അതെ. മകൻ വളരെ ചെറുതായിരുന്നു അന്ന്. വളരെ താമസിച്ചാണ് അദ്ദേഹം കല്യാണം ഒരു കഴിച്ചത്. മകനല്ലേ ഉള്ളൂ. അങ്ങനെ ഉള്ളൂ. അവർക്കും എന്നെ അറിയാം. ഞാൻ അവർ കണ്ണൂരിലെ വീട്ടിലും പോയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. ചെന്നൈയിലെ വീട്ടിൽ ചെല്ലുമ്പോഴും സർബത്തും ഒക്കെ ഉണ്ടാക്കി തന്ന് സൽക്കരിച്ചു. IPRSൻ്റെ എല്ലാ രേഖകളും ഞങ്ങൾ റെഡിയാക്കി കൊടുത്ത്, പിന്നീട് അതിന് നന്ദി സൂചകമായിട്ട് കുറച്ച് സ്വീറ്റ്സുമായിട്ട് മാസ്റ്ററുടെ വീട്ടിൽ വന്ന്, മാസ്റ്റർ എനിക്ക് റോയൽറ്റിയൊക്കെ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം ഞങ്ങളുടെ സംഗീത കുടുംബത്തിലെ കാരണവരാണെന്ന് ദേവരാജ മാസ്റ്ററെ പറ്റി പറയുന്നത്. എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ചേർത്ത് നിർത്തുകയും അവരുടെ പുരോഗതിക്കായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ദേവരാജൻ മാസ്റ്റർ. പക്ഷേ മാസ്റ്ററിന്റെ ഈ ഒരു മുഖം ആർക്കും അധികം അറിയില്ല. ആർക്കും അതാണ് അതെ, ഏറ്റവും അതെ, ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. പറയത്തില്ല പ്രകാശ്, ആരോടും പറയത്തില്ല. കാര്യം അദ്ദേഹം ഒരാളുടെ ആവശ്യം അറിഞ്ഞ് സഹായിക്കും. അത് അയാൾ പോലും അറിയാതായിരിക്കും. എന്നിട്ട് പറയുന്നത് ഇവർക്കൊക്കെ ഇന്നും റോയൽറ്റി കിട്ടുന്നുണ്ട്. അതൊക്കെ ദേവരാജ മാസ്റ്ററിൻ്റെ ഒരു അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ശരിയാ. കിട്ടുന്നത്. അത് പറയാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവരെന്നാണ് A.T. ഉമ്മർ സാർ എനിക്ക് എന്നോട് പറഞ്ഞത്. അപ്പൊ വളരെ ബഹുമാനം നിറഞ്ഞ ഒരു കാരണവരെ സമീപിക്കുന്നുള്ള അദ്ദേഹം വിശേഷ അവസരങ്ങളിൽ മാസ്റ്റർ വന്ന് കാണാറുണ്ടായിരുന്നു. ആ 71 ഓണ സമയത്ത് ഇറങ്ങിയ പടമാണ് ആഭിജാതി. ഇതിനൊരു പ്രത്യേകത കൊണ്ടുണ്ട്. സത്യ സാറ് മരിച്ച് ജൂൺ 15 മരിച്ച് ആ സമയം ഓണത്തിന് എല്ലാം സത്യ മാസ്റ്ററിൻ്റെ പടം, കരകാണാക്കടൽ, ശരശയ്യ. പഞ്ചവൻകാട്, ചരശയ്യ, ഇങ്ങനെ ഒരുപാട് പടങ്ങൾ വന്ന് നിറഞ്ഞോടുന്ന സമയമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് സത്യം സാർ ഇല്ലാത്തൊരു പടം, മധുസാറും ശാരദയും അഭിനയിച്ചൊരു പടം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഓടി തിയേറ്ററുകൾ ഇളക്കി മറിച്ച് ഒരു പടാഭിജാത്യം. സബ്ജക്റ്റിൻ്റെ പ്രത്യേകത വിൻസെൻ്റ് മാസ്റ്റർ കഴിവാണ്. അതിനോടൊപ്പം തന്നെ പാട്ടുകൾ. ഈ ആഭിജാത്യത്തിലെ ഒരു പാട്ട് ഇൻട്രൊഡക്ഷനിൽ ആതിര നേരത്തെ പാടിയിരുന്നു. പക്ഷേ എല്ലാം വ്യത്യസ്ത ഗാനങ്ങളാണ്, എല്ലാം മനോഹരമാണ്. വേറൊരു മനോഹര ഗാനം ആതിര നമുക്ക് വേണ്ടി പാടും. അങ്ങനെ ആഭിജാത്യത്തിലെ കൂടുതൽ അടുത്തറിയാം അടുത്ത പാട്ടിലൂടെ. കല്യാണക്കുരുവിക്ക് പുല്ലാനിപ്പുര കെട്ടാൻ പുല്ലും നെല്ലും വൈക്കോലും പന്നിയും പായലും കുമ്മായം ഇല്ലിയും ചുള്ളിയും മോന്തായം. കല്യാണക്കുരുവിക്ക് പുല്ലാനിപ്പുര കെട്ടാൻ പുല്ലും നെല്ലും വൈക്കോലും പന്നിയും പായലും കുമ്മായം ഇല്ലിയും ചുള്ളിയും മോന്തായം. രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. ആ രചന ഭാസ്കര മാസ്റ്റർ എഴുതി വെച്ചേക്കുന്നത് എന്താ? കല്യാണക്കുരുവിക്ക് പുല്ലാനിപ്പുര കെട്ടാൻ പുല്ലും നെല്ലും വൈക്കോലും നാടൻ പദങ്ങളാ. എന്നിട്ട് പഞ്ഞിയും പായലും കുമ്മായം ഇല്ലിയും ചുള്ളിയും മോന്തായം. ഇതിനേക്കാളും ലാളിത്യത്തോട് എഴുതാൻ എങ്ങനെ പറ്റും? അതെ അതെ വളരെ അതെ, വളരെയധികം ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന പദങ്ങളാണ് ഭാസ്കര മാസ്റ്റർ എപ്പോഴും എഴുതുന്നത്. സാധാരണക്കാരൻ്റെ വാക്കുകളാണ്. ഈ കഥാപാത്രം ഇതിൽ മധുസാറ് ശാരദയും ഒരു വലിയ വീട്ടിൽ നിന്ന് ശാരദ എന്ന ആ കഥാപാത്രം പ്രേമിച്ച് വിളിച്ചുകൊണ്ടിരുകയും ഒരു ഗ്രാമീണമായ സ്ഥലത്ത് താമസിക്കുകയും അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കൊച്ചിനെ ഉറക്കുന്ന സാധാരണക്കാർ. അപ്പോൾ അവരുടെ മുന്നിലും എനിക്കും കൊച്ചു വേണമെന്നുള്ള ചിന്താഗതിയും കൂടെ സംവിധായകൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഭിജാത്യം കഴിഞ്ഞു. ആഭിജാത്യം കഴിഞ്ഞ പിന്നെ തീർത്ഥയാത്ര, തെക്കൻ കാറ്റ്, RS പ്രഭുവിൻ്റെ എല്ലാ പടങ്ങളിലും A.T. ഉമ്മർ, ആരണ്യകാന്ഡം ആ പടത്തിലൊക്കെ A.T. ഉമ്മർ തന്നെ ആയിരുന്നു. 75 ഒരു വലിയ മാറ്റം സംഭവിച്ചു. IV ശശി എന്ന സംവിധായകൻ്റെ കടന്നു വരവ്. പുതിയ താരങ്ങൾ വെച്ചുകൊണ്ട് IV ശശി ലളിതമായ രീതി, ചെറിയ രീതി ചെയ്ത് ഉത്സവം, അതിൽ A.T. ഉമ്മർ സംഗീതം പകർന്ന പാട്ട്, പൂവച്ചൽ ഖാദർ A-Team ടീം അങ്ങ് ഹിറ്റായി. പിന്നീട് IV ശശിയുടെ എല്ലാ ചിത്രങ്ങളിലും A.T. ഉമ്മർ തന്നെ ആയിരുന്നു. അനുഭവം, ആലിംഗനം എന്ന് വേണ്ട കുറേയധികം സിനിമകളിൽ IV ശശി, A.T. ഉമ്മർ, ബിച്ചു തിരുമല, പൂവച്ചൽ ഖാദർ ഇങ്ങനെ
ഭയങ്കര ഒരു ടീമായിട്ട് മലയാള സിനിമയുടെ കൊമേർഷ്യൽ സിനിമയുടെ ഒരു ഘടകമായിട്ട് മാറി. അപ്പൊ ആ ഉത്സവത്തില് ആ പൂച്ചർ ഖാദർ എഴുതിയ ഒരു ഡ്യുവറ്റ് ഉണ്ടല്ലോ, ആദ്യ ആദ്യ സമാഗമം. സമാഗമ ലജ്ജയില്, അത് ആതിര അത് ജനങ്ങൾക്കും അത് കേൾക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഉണ്ടാവും. ആദ്യ സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോൾ കായലഴിച്ചിട്ട വാർമുടിപ്പീലിയിൽ സാഗരമുമ്മ വയ്ക്കുമ്പോൾ സംഗീതമായി പ്രേമ സംഗീതമായി നിന്റെ മോഹങ്ങളെങ്കിൽ നിറയ്ക്കൂ. ആദ്യ സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോൾ കായലഴിച്ചിട്ട വാർമുടിപ്പീലിയിൽ സാഗരമുമ്മ വയ്ക്കുമ്പോൾ. മധു, ഇതിപ്പോ ഏറ്റവും സാറ് സംഗീതം ചെയ്തു, ഇത് എഴുതി തരാം. പൂച്ചർ ഖാദർ സാറ്. അപ്പൊ ഇവര് തമ്മിൽ രണ്ടുപേരും തമ്മിലുള്ള എങ്ങനെയാണ് ഇവര് തമ്മിൽ ഒരു താരതമ്യപ്പെടുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും എളിമ, ഇത്രയും ഈ മൃദുവായിട്ട് സംഭാഷണം ചെയ്യുന്ന, ആരെയും പറ്റി ഒന്നും പറയാതെ എല്ലാവരോടും ഒരു വിനീതമായി പെരുമാറുന്ന രണ്ടുപേരെ വേറെ ഞാൻ കണ്ടിട്ടില്ല. ഈ രണ്ടുപേരിൽ ആരാണ് ഏറ്റവും വിനീതമായി പെരുമാറുന്നതാണ് എന്റെ ചോദ്യം. അതിപ്പോൾ സത്യത്തിൽ സംശയമാണ്. ഈ രണ്ടുപേരും ഒരേ കലക്ക, രണ്ടുപേരും ഒരേ പോലെ. പറഞ്ഞ മനസ്സിലായി, ആതിരയ്ക്ക് പറഞ്ഞു. ഇവർ രണ്ടുപേരും വന്നു നിന്നാൽ ഒരു സദസ്സിൽ അങ്ങേയറ്റം വിനീത വിധേയരായിട്ട് നിൽക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ സൗമനസ്യമായിട്ട് അവരുടെ പ്രസാദം ചൊരിഞ്ഞ് അവരോട് നിൽക്കും. യാതൊരു ഈഗോയിസും ഇല്ല അവർക്ക്. ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല. ഈ പൂച്ചർ ഖാദർക്കായിട്ടൊക്കെ ഒരുപാട് ദിവസങ്ങളിൽ മാസ്റ്ററിന്റെ വീട്ടിൽ ഇരുന്ന് ഒരുപാട് രചനയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒരാളിനെ കുറ്റം പറയത്തില്ല, പിന്നെ അനാവശ്യമായിട്ട് ഒന്നും പറയത്തില്ല, ആരെയും വേദനിപ്പിക്കത്തില്ല. എല്ലാം എന്ത് പറയാ, അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. അതുപോലെയാണ് മറ്റേ അദ്ദേഹം. ഇപ്പൊ നമ്മള് ടിമർ സാറിന്റെ പാട്ടുകൾ പറഞ്ഞു പറഞ്ഞ് തീരില്ല, അത്രയും ഉണ്ട്. വ്യക്തിപ്രഭാവത്തിലേക്കും കടന്നു. അതെ. പക്ഷെ അദ്ദേഹം ചെയ്ത ഭക്തിഗാനങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു ഭക്തിഗാനങ്ങൾ, അത് നമ്മൾ മെൻഷൻ ചെയ്യാതെ പോകുന്നത് ശരിയാവില്ല. കൊല്ലൂരിലും കൊടുങ്ങല്ലൂരിലും കുമാരനല്ലൂരിലും വാഴും ജനനി ഭഗവതി. കൊല്ലൂരിലും കൊടുങ്ങല്ലൂരിലും കുമാരനല്ലൂരിലും വാഴും ജനനി ഭഗവതി. നല്ല പാട്ട് കേട്ടത്. എത്ര മനോഹരമായിട്ടാണ്. അതെ അതെ അതെ, വേദനയാണ് പ്രാവശ്യം, ഭക്തിയും വേദനയും. ഇനിയും ഒരു പാട്ട് കൂടെ ഉണ്ട്, അംബികെ. അംബിക. ഓക്കെ, അതുകൂടെ പാടാം. അതൊരു വ്യത്യസ്ത പാട്ടാണ്, അംബികാനുള്ളതാണ്. അംബികെ ജഗദംബികെ സുരവന്ദികെ ശരണം. അഖില ചരാചര രക്ഷകിയാം സുരവന്ദിതേ ശരണം. അംബികെ ജഗദംബികെ സുരവന്ദിതേ ശരണം. അഖില ചരാചര രക്ഷകിയാം സുരവന്ദിതേ ശരണം. ഇതിപ്പം ഈ ഇത്രയും ഭക്തി നിർഭരമായ ഈ പാട്ട് നമ്മളെല്ലാവരും കേട്ടു, ആതിരപ്പാട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിക്കുകയാണ്, ഇത് എഴുതിയതൊരു ഹിന്ദു, പി ഭാസ്കരൻ മാസ്റ്റർ, ഇത് സംഗീതം ചെയ്തൊരു മുസ്ലിം, അങ്ങനെ ഒരു വകഭേദമില്ല ഇവിടെ. അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൽ നിന്നുള്ള സംഗീതമാണ് ഈശ്വരൻ. സംഗീതം ഈശ്വരനിലൂടെ വന്നൊരു ഹിന്ദു ഭക്തിഗാനമാവാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭക്തിഗാനം. അവിടെ ഒരു ജാതിയുടെ മതത്തിൻ്റെ വേർതിരിവില്ല. അദ്ദേഹം ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭക്തിയാണ് ഇവിടെ ഈശ്വരന് സമർപ്പിച്ചേക്കുന്നത്. അപ്പം കാലാധിപത്യവും ജാതി മത ചിന്തകൾക്ക് അതീതമാണ് സംഗീതം എന്നാണ് നമ്മളിവിടെ ഈ രണ്ട് പാട്ടുകളും ഈ രണ്ട് നമുക്ക് പാട്ടുകളും. കാണിച്ചു തരുന്നത്. അതെ അതെ, സംഗീതം ഒരുമിപ്പിക്കുകയാണ് മനുഷ്യനെ, എല്ലാ മതക്കാരെ എല്ലാവരും ആസ്വദിക്കുന്നത്, അല്ലേ? അതെ, ശരിക്കും എത്ര എത്ര നല്ല ഗാനങ്ങളാണല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞത്. കൂടാതെ ഒരുപാട് നല്ല ഗാനങ്ങൾ
ശ്രീ എ ടി ഉമ്മറിൻ്റെ ഈണത്തിൽ മലയാളത്തിന് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു പറഞ്ഞ് തീരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് സമയമായി. അപ്പോൾ മാസ്റ്റർ സ്വന്തം അനിയനെ പോലെ കണ്ട ഒരു സംഗീത സംവിധായകനാണ് എ ടി ഉമ്മർ. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ മാസ്റ്റർ അതീവ ദുഃഖിതനായി അദ്ദേഹത്തിന് വേണ്ടി അനുസ്മരണമൊക്കെ സംഘടിപ്പിച്ചു. അതെല്ലാം നമ്മൾ പറഞ്ഞു. ഈ എപ്പിസോഡിലൂടെ കടന്നു പോയപ്പോൾ മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട്. ഇത്രയും നല്ല ഗാനങ്ങൾ, അതും മനസ്സിനെ അത്രമേൽ തൊടുന്ന ഗാനങ്ങൾ സമ്മാനിച്ചിട്ടും ശ്രീ എ ടി ഉമ്മർ എന്ന സംഗീത സംവിധായകനെ മലയാളം എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും പുതിയ തലമുറയും അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. അത്രയും നല്ല ഗാനങ്ങളാണ് നമുക്ക് തന്നിട്ട് പോയത്. നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ അത്രയും ഇഷ്ടപ്പെടുന്ന ശ്രീ എ ടി ഉമ്മറിനെ പറ്റി, മാസ്റ്ററുമായിട്ടുള്ള ബന്ധവും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ പറ്റിയുമൊക്കെ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞത് ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കാം. അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നല്ല ഗാനങ്ങളും നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.